എന്റെ അച്ഛൻ മരിച്ചത് 1970 ഒക്ടോബർ 2-ാം തീയതിയാണ്. ആ മരിക്കാൻ കാരണക്കാരൻ ചിലപ്പോൾ ഞാൻ തന്നെയാണെന്ന് പറയാം. അതിന് കാരണം അതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണും. അതിന്റെ തലേ ദിവസം സ്വപ്നം കാണാണ് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞപ്പോൾ അച്ഛൻ പറയാണ്, ഏതായാലും ഇങ്ങനെ സ്വപ്നം കണ്ടതല്ലേ മോൻ, അപ്പൊ ഒക്ടോബർ 2 ഹോളിഡേ ആണ്, അന്നെന്തോ ഒരു വെള്ളിയാഴ്ച കണ്ടാണ്. ഒക്ടോബർ 2, 3, 4 3 ദിവസം ഹോളിഡേ കിട്ടും. അപ്പൊ അവനെയും കൊണ്ട് നമ്മൾ തിരിച്ചു വരാൻ തൊട്ട് എന്നെയും ചേച്ചിയെയും കൂട്ടിയിട്ട് അച്ഛൻ പോകുന്ന വഴിയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള അനുഭവത്തിൽ വന്നിട്ടുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അത് അമ്മ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും അന്ന് മുതൽ പലപ്പോഴും പലരുടെയും മുമ്പിൽ പോയിട്ട് പലതും പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന സംഭവം നല്ലത്. നമ്മളൊരു സ്വപ്നം കാണുന്നു, അത് നടക്കുന്നു എന്ന് വെച്ചിട്ട് അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അച്ഛൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വന്തം അനുഭവത്തില് ഗുണമായിട്ടല്ല ദോഷമായിട്ട് ഭവിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ആ അനുഭവം ഉള്ള ഒരാൾക്ക് നീ ഇതിൽ വിശ്വസിക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ എളുപ്പമാണ്. അത് ആരെയും വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് സിക്സ്ത് സെൻസ് ആയിട്ട് തോന്നും, അത് വിശ്വസിക്കാത്ത ഒരാൾക്ക് നോൺ സെൻസ് ആയിട്ട് തോന്നും. അങ്ങ് പറഞ്ഞു ജ്യോതിഷ പണ്ഡിതൻ കൂടിയാണ്, ഞങ്ങൾക്കറിയാം വ്യക്തമായിട്ട് ഒരു ശാസ്ത്രജ്ഞൻ, അതും ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ, മാത്തമാറ്റീഷ്യൻ, ലോയർ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉള്ള അക്കാഡമിക് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ജ്യോതിഷത്തെ കുറിച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. പ്രത്യേകിച്ചും ജനമേജയന്റെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനമേജയന്റെ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ തുടങ്ങാം. അന്ന് ഈ യാഗശാല ഉണ്ടാക്കുന്ന തച്ചൻ തന്നെയാണ് അവിടെ ആ ഒരു നിമിത്തം വെച്ചിട്ട്, അവിടെയുള്ള ലക്ഷണം വെച്ചിട്ട് ഈ യാഗം ഇടയ്ക്ക് വെച്ച് മുടങ്ങും എന്ന് പറയുകയും അത് കേട്ട ഉടനെ തന്നെ ജനമേജയൻ സ്വന്തം സഹോദരന്മാരായിട്ടുള്ള ഉഗ്രസേനൻ, ഭീമസേനൻ, അല്ലെ ശ്രുതസേനനാണെന്ന് തോന്നുന്നു, അങ്ങനെ 3 സഹോദരന്മാരെ അവിടെ കാവല് നിർത്തിയിട്ടാണ് ഈ യജ്ഞം തുടങ്ങുന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് വരേണ്ട ആള് വരുന്നു, യജ്ഞം അവിടെ വെച്ച് മുടങ്ങുകയും ചെയ്യുന്നു. ഈ തച്ചൻ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഒരു ആശാരി ഇതുപോലെ ചില കാര്യങ്ങൾ ലക്ഷണം വെച്ച് പറഞ്ഞിട്ട് പറയും, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ പണ്ട് കാലത്ത് അവിടെ ഒരു മുറുക്കിയിട്ട് ആ ചുവപ്പ് അവിടെ തുപ്പി അവിടെ ഒരു ദേവിക്ക് ഒരു രക്തഫലം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു പൈതൃകമായിട്ടുള്ള ജ്ഞാനം അവിടെ കേൾക്കാൻ ഇടയുണ്ടായി. അപ്പം ഇത് ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഒന്ന് പറയാമോ? എന്താണ് ഈ ഒരു ലക്ഷണശാസ്ത്രവും, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഏത് ദേവതയുടെ ഇതാണ് നമുക്ക് പൂജിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒന്ന് പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ 3 കാര്യങ്ങളാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഗവേൺ ചെയ്യുന്നത്. അത് ഞാൻ ഒരു കാറിൽ എന്നെ ഇട്ടിരിക്കാന്ന് വിചാരിക്കാം, എനിക്ക് കാറ് മാറാനുള്ള ഒരു മാർഗമില്ല. ആ കാറിലാണ് ഞാൻ ഇരിക്കേണ്ടത്, ആ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ആ ഒരു കാറാണ്, ഒരു വണ്ടിയാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത എൻ്റെ വെഹിക്കിളാണ് എൻ്റെ ജന്മം. അതൊന്നും എനിക്ക് മാറാൻ പറ്റില്ല. എന്ത് ചെയ്താലും എൻ്റെ ജന്മവും സമയവും സ്ഥലവും മാറ്റാൻ പറ്റുമോ? അപ്പൊ അത് കൊണ്ടു നടക്കുന്ന ഒരു കാർഡാണ് നമ്മൾ പറയുന്ന നമ്മുടെ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അബദ്ധവശാൽ ഇപ്പൊ ഹോറോസ്കോപ്പ് ഹൊറോസ്കോപ്പായി മാറിയിട്ടുണ്ട്. അത് അവരുടെ കുറ്റമല്ല. കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ അസ്ട്രോളജറുടെ അടുത്ത് പോകുക. അത് നല്ലപോലെ ലൂട്ട് ചെയ്യുന്നവരാണ് മിക്കവാറും അസ്ട്രോളജേഴ്സ്. അത് പണ്ട് വെള്ളം കുടിക്കാൻ പോകുന്ന ആനയുടെ കാല് വിഴുങ്ങിയ പിന്നെ കഥയൊക്കെ ഉണ്ടല്ലോ നമ്മളിലെ, അല്ലേ? അതുപോലെയാണ് പ്രോബ്ലം കൊണ്ടുവരുന്നവരെ നല്ലപോലെ ലൂട്ട് ചെയ്യുക. അതാണ് പലയിടത്തും നടക്കുന്നത്. അതാണ് ഇന്ന് പ്രചാരമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഡോക്ടർമാർ ആൾക്കാരെ ലൂട്ട് ചെയ്യും, സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പോകുന്നവരെ അവിടെ ലൂട്ട് ചെയ്യാം. എവിടെയൊക്കെ ലൂട്ട് ചെയ്യാൻ പറ്റുമോ എവിടെയൊക്കെ ലൂട്ട് ചെയ്യാം. അത് മാറ്റി നിർത്തിയാൽ നമ്മളെ പെട്ടിട്ടുള്ള ഒരു വെഹിക്കിളാണ് നമ്മുടെ ഹൊറോസ്കോപ്പ്. ഞാൻ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന, ഞാൻ കർമ്മങ്ങൾ ചെയ്യേണ്ട സ്ഥലമാണ് എൻ്റെ വാസ്തു. അത് ഞാൻ എവിടെയാണോ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം, ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന സ്ഥലം, അതിന് ഭൂമിയുടെ അടിയിൽ കുറെ റേഡിയേഷൻ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ട്. അത് പണ്ട് കാലത്തൊക്കെ ഭാരതീയപരമായിട്ടുള്ള പാരമ്പര്യം വെച്ചിട്ട് എനിക്ക് ഒരു നാട് കണ്ടുപിടിക്കണമെങ്കിൽ, എനിക്കൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പശുക്കളെ അഴിച്ചുവിടുക അല്ലെങ്കിൽ ആടിനെ അഴിച്ചുവിടുക. ഓരോ രാജ്യത്തും വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. അവരെവിടെയാണോ സെറ്റിൽ ചെയ്യുന്നത് അത് വളരെ
മനുഷ്യനുമായിട്ട് താതാത്മ്യം പാലിച്ചിട്ടുള്ള അത്തരം പെറ്റുകൾക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ താമസിക്കാം. അങ്ങനെയാണ്. പശു എവിടെ കിടന്നുറങ്ങുന്നുണ്ടോ അവിടെ പോയി വീട് വെച്ചാൽ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അത് ഏറ്റവും നല്ല എനർജി ഉള്ളതാണ്. ആ എനർജിയെ മെഷർ ചെയ്യാനുള്ള മാർഗങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ട്രൈമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. ഹാർട്ട് മാൻ ലൈൻസ് എന്നാണ് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആദ്യകാലത്ത് ഒരു 10-24 വർഷം മുമ്പ് അതായിരുന്നു ഞാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ബ്രഹ്മശ്രീ KPC ഒക്കെ പരിചയപ്പെടുന്നത്. ആ ഹാർട്ട് മാൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തിനും നമുക്കൊരു ചാനൽ ഉണ്ടാവും. ആ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം ഒഴുകി പോകാൻ വെള്ളത്തിൻ്റെതായ എവിടെയാണോ സ്ലോപ്പ് ഉള്ളത് അത് വഴിയാണ് വെള്ളം ഒഴുകുക. എവിടെയാണോ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിക്ക് കണ്ടൻസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുക അവിടെയാണ് പോയി സെറ്റിൽ ചെയ്യുക. ഇപ്പൊ ഫിസിക്സിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഞാനിപ്പം ഒരു മെറ്റൽ എടുത്തിട്ട് അതിനൊരു ഇലക്ട്രിസിറ്റി കൊടുത്താൽ അതിന്റെ പെരിഫറിയിൽ പോയിട്ടാണ് അത് സെറ്റിൽ ചെയ്യുക. കാരണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി എവിടെയാണോ തൊടുന്നത് അവിടേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ എവിടെ തൊടുന്നോ അവിടെ എനിക്ക് ഷോക്ക് അടിക്കും. ബാക്കിയുള്ള എല്ലാ എനർജിയും അവിടത്തേക്ക് പെട്ടെന്ന് വരും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അത് സാധാരണയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മറപ്പടിയിൽ എനർജി സെറ്റിൽ ചെയ്യും, അവിടെ ഇരിക്കരുതെന്ന് പറയും. അതേ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ഉമ്മറപ്പടി ആ പടി തൊട്ടിട്ടാണ് നമസ്കരിക്കുക. കാരണം അതിനകത്ത് നല്ല എനർജി ആണെങ്കിൽ ആ പടിയിലാണ് സെറ്റിൽ ചെയ്യുക. നമ്മുടെ വീട്ടിനകത്ത് മോശം എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പടിയുടെ അടുത്ത് ഇരിക്കരുതെന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. അപ്പൊ എന്റെ വീട്, നിങ്ങൾ ഏത് വീട് എടുക്കുന്ന സമയത്തും അതിനൊരു ക്ലീനിങ് പ്രോസസ് ഉണ്ട്. ആ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പല തരത്തിലുള്ള കുറെ വ്യത്യസ്തമായിട്ടുള്ള ജീവികൾ താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞാനിപ്പോ ഇരിക്കുന്ന ഈ സീറ്റ് എന്ന് പറയുന്നത് ഒരു ശ്മശാനാണ്. ശ്മശാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ജീവികൾ മരിച്ചിട്ടില്ലാണ്ടിരിക്കുമോ? അത് കൊതുവാവാം, പ്രാണികളാവാം, ഓരോ തരത്തിൽ പിന്നെ പറഞ്ഞിട്ടുള്ള എത്രയോ വ്യത്യസ്തമായിട്ടുള്ള പൂന്താനം പറഞ്ഞിട്ടുള്ളത് പോലെ ലോകത്തിലെ എല്ലാ സ്ഥലവും മനുഷ്യൻ മരിച്ചിട്ടുള്ള സ്ഥലമാണ്. കാലമില്ലാത്തൊരു കാലമൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും ജീവികൾ നമ്മൾ ഇരിക്കുന്നിടത്ത് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യണം? അതിന് നമ്മൾ ശ്രീഭൂത ബലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബലിയുണ്ട് നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും. മനുഷ്യനൊഴികെ നമ്മൾ എഴുതുന്ന ഐതിഹ്യങ്ങൾ നമ്മുടെ കഥകളാണ്. അത് മനുഷ്യൻ എഴുതുന്ന ഐതിഹ്യങ്ങളാണ്. ഭഗവാന്മാർക്ക് പറയുന്നത് ഇതിഹാസ പുരാണങ്ങളാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്നിലും പെടാത്ത കുറെ ജീവികളുണ്ട് ഈ ലോകത്ത്. അവരൊക്കെ ഭൂതങ്ങളാണ്. ആ ഭൂതങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. പക്ഷെ അവരുടെ സ്ഥലത്താണ് നമ്മൾ ഭഗവാന്റെ ക്ഷേത്രം പോലും പണിയുന്നത്, എന്റെ വീട് പണിയുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്കെങ്കിലും അവർക്ക് വേണ്ടിയിട്ടൊരു ബലി കൊടുക്കണ്ടേ, ദാനം കൊടുക്കണ്ടേ? അവരോട് കാശ് കൊടുത്തിട്ടൊന്നല്ല നമ്മൾ മേടിക്കുന്നത്. ഞാൻ കാശ് കൊടുത്തിട്ട് ഒരാളത്ത് മേടിക്കുമ്പോൾ മനുഷ്യന്മാരുടെ കാശ് കൊടുത്ത് മേടിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ ഇരുന്ന ബാക്കി ജീവികളെയോ അവർക്കൊന്നും കാശ് കൊടുക്കുന്നില്ല. അവരെ എപ്പോഴെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കുക. അതാണ് ശ്രീഭൂത ബലി. എന്റെ വീട്ടിലും നടത്താം. അതാണ് ബലി. ഞാൻ നടത്തുന്ന ബലി കർമ്മം എന്ന് പറയുന്നത്, ഞാൻ വീട് വെക്കുന്നതിന് മുമ്പ് ഒരു കർമ്മം ചെയ്യുക, അതിനെയൊക്കെ ഒഴിവാക്കുക, അതിനൊക്കെ സന്തോഷിപ്പിക്കുക. ഇതിന്റെയൊക്കെ ശാസ്ത്രം നമ്മൾ അറിയുമ്പോഴാണ് ഇത്രയൊക്കെ വലിയൊരു സംഭവമാണ് ഇത്. ഓരോ മരത്തിനോടും ചോദിക്കണം നിങ്ങൾ എങ്ങനെയാണ് അതിന് മാർക്ക് ചെയ്യുക. ഒരു മരം കണ്ടാൽ കൃത്യമായിട്ട് അതിന്റെ ഇപ്പൊ ഒരു നമ്മൾ ചോക്കൗട്ട് ഒരു ഡോർ ഉണ്ടാക്കണം. ആ ഡോറിന് താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും നമുക്ക് നോക്കി അറിയില്ലല്ലോ. അത് കൃത്യമായിട്ട് അറിയും നമുക്ക്. അത് തച്ചുശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഹാൻഡില് വെർട്ടിക്കൽ ആയിട്ട് വെക്കണോ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കണോ, ഇതൊക്കെ നമ്മുടെ മയമതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ആഗമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ദേവന് ക്ഷേത്രം ഉണ്ടാക്കുന്ന സമയത്ത് വീടുകൾ ഒഴിവാക്കുകയാണെങ്കിൽ എവിടെയൊക്കെ നമുക്ക് വീടുകൾ വെക്കാന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പൊ ഓരോ വീതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ശാസ്ത്രമാണ് വാസ്തു. അപ്പൊ ഒന്ന് ജ്യോതിഷായി നമ്മളെ ഗവേൺ ചെയ്യുന്നത്, 2 വാസ്തുവായി. മൂന്നാമത്തെ സംഭവം നമ്മുടെ കർമ്മമാണ്. എനിക്ക് നല്ല എയർപോർട്ട് പോലെയുള്ള റോഡ് കിട്ടി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാറും കിട്ടി. പക്ഷെ എനിക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി അതേ സമയത്ത് എന്റെ റോഡ് മഹാമോശമാണ്. കേരളത്തിൽ എന്റെ നാട്ടിലുള്ള പോലെ കുണ്ടും കുഴിയുള്ള റോഡാണ്. ഞാൻ ഇപ്രാവശ്യം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ റോഡ് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും റോഡ് ലോകത്ത്. ഞാൻ പറഞ്ഞു എൻജോയ്, കാരണം എന്റെ നല്ല കാർ വേറൊരാളുടെയാണ്. അത് അപ്പ് ആൻഡ് ഡൗൺ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഏതെങ്കിലും പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ 150 ഉറുപ്പ്യ കൊടുക്കണം അരമണിക്കൂർ ജമ്പ് ചെയ്തിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ. ആ റോഡിൽ സുഖമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്നു. അത്രയും നല്ല റോഡുകളാണ്, ജമ്പ് ചെയ്യാൻ പറ്റുന്ന റോഡുകളാണ്. KSRTC ബസ്സിലൊക്കെ പോകുമ്പോൾ എന്ത് സുഖമാണ്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് വിസിലടിക്കാം, നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ എനിക്ക് അസുഖം ഉണ്ടെങ്കിലോ ആ റോഡൊക്കെ മോശമായി. അപ്പൊ എന്റെ ആരോഗ്യസ്ഥിതി, എന്റെ സന്തോഷം, എന്റെ മാനസിക സ്ഥിതിയാണ് ഞാൻ ബസ് ജമ്പ് ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യണോ സങ്കടപ്പെടണോ എന്നുള്ളത്. അപ്പൊ എന്റെ വീട് എങ്ങനെയുള്ളതാണെന്നുള്ളതല്ല പ്രാധാന്യം, അവിടെ എന്റെ മാനസിക സ്ഥിതി നന്നാക്കണം. ആ മാനസിക സ്ഥിതി നന്നാക്കണമെങ്കിൽ എന്റെ ജന്മം കൊണ്ടും എന്റെ കർമ്മം കൊണ്ടും ഞാൻ നന്നാവും.
ഇതൊന്നും ബാധകമല്ലാത്തൊരവസ്ഥയുണ്ടാവും. അതെപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊക്കെ കവിഞ്ഞിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും നമുക്ക് ബാധകമല്ല. അത് ഭയപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ടുള്ള ഒരു താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത സമയത്ത്, നമ്മൾ ഹാപ്പിനെസ് നമ്മൾ തീരുമാനിച്ചു ഞാൻ ഉണ്ടാക്കുകയാണെന്നുള്ളത്, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഉണ്ടാക്കാത്ത സമയത്താണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതും, ഞാൻ ജാതകം നോക്കുന്നതും, വാസ്തു ശരിയല്ല എന്ന് പറയുന്നതും. എനിക്ക് തോന്നുന്നു ഒരു 10,000-കണക്കിന് വീടുകളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് പോണം, കാരണം ഇത് പഠിക്കാനുള്ള മാർഗ്ഗമാണ്. ആൾക്കാരുടെ വീട്ടിൽ പോയാലേ പറ്റൂ. ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും. ഞാൻ പണ്ട് ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് എല്ലാവരും നമസ്കാരം പറയും. ഇപ്പൊ നമസ്കാരം പറയുന്നില്ല. ഈ വീട് വെച്ചതിന് ശേഷമാണ് ആ പ്രശ്നം ഉണ്ടായത്. കാരണം അയാൾ വലിയ വീട് വെച്ചു, ആർക്കും വലിയ വീടില്ലാത്ത സ്ഥലത്ത്. അപ്പൊ ആൾക്കാർക്കൊക്കെ തോന്നി ഇയാള് മഹാനാണ്, അയാളുടെ അടുത്ത് പാടില്ല. അതായത് പണ്ട് നടന്നിട്ടാ പോയിരുന്നു, ഇപ്പൊ കാറിലാണ് പോകുന്നത്. കാറിൽ പോകുമ്പോൾ ആരെങ്കിലും നമസ്കാരം പറയും. അപ്പൊ നമ്മുടെ ധാരണ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം മനുഷ്യനുമായിട്ട് ബന്ധം പുലർത്തുന്നു അത്രയാണ് നമ്മുടെ സന്തോഷം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എത്രത്തോളം മനുഷ്യനുമായിട്ട് സന്തോഷം, എത്രത്തോളം സാമൂഹികമായിട്ട് വളരുന്നു. അത് ഫിസിക്കൽ അല്ല. എൻ്റെ എല്ലാ സുഖങ്ങളും എനിക്ക് മാറും. എനിക്ക് നല്ല തലവേദനയുണ്ട്. എൻ്റെ വീട്ടിലൊരു മാരേജ് നടക്കുമ്പോൾ ഞാൻ തലവേദനയാന്നുകൊണ്ട് അനങ്ങാണ്ടിരിക്കും. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് തലവേദന. അപ്പൊ ഞാൻ കർമ്മത്തിൽ മുഴുകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, അമ്മമാർക്ക് നടുവേദന ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതപ്പ കുട്ടി വീണു എന്ന് പറഞ്ഞാൽ നടുവേദനയൊക്കെ മാറിയിട്ട് ഓടുന്നതാണ് ആ സ്ത്രീ. അപ്പൊ നടുവേദന എന്ന് പറയുന്നത് ഒരു മാനസികമായ അവസ്ഥയല്ലേ. അപ്പൊ നമ്മുടെ മിക്കവാറും പ്രശ്നങ്ങൾ അതാണ്. നമ്മുടെ ഈ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന മാർഗം നല്ലതല്ലെങ്കിൽ, ഇപ്പൊ ആരെങ്കിലും വന്ന് വല്ലാത്ത തലവേദനയാണ്, തലവേദനക്ക് പല കാരണങ്ങളുണ്ടാവാം. കണ്ണിന് അസുഖം വന്നാൽ തലവേദന ഉണ്ടാവാം. മൂക്കിന്റെ ഉള്ളിൽ ചെറിയൊരു ബെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്രീത്തിങ് ശരിയല്ലെങ്കിൽ തലവേദന ഉണ്ടാവാം. ഞാൻ തേക്കുന്ന എണ്ണ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും. ഞാൻ ആരെടുത്ത് പോകുന്നതനുസരിച്ചിട്ടാണ്. ഞാനൊരു വൈദ്യരെടുത്ത് പോയിട്ട് തലവേദന എന്ന് പറഞ്ഞാൽ അയാൾ വേറെ ഒന്നും ചെയ്യില്ല, ഉടനെ അയാൾ എണ്ണ മാറ്റിത്തേക്കാൻ പറയും. ഞാൻ ഒരു ഐ സ്പെഷ്യലിന്റെ അടുത്ത് പോയിട്ട് തലവേദന എന്ന് പറഞ്ഞാൽ ഉടനെ അയാൾ കണ്ണട മാറ്റാൻ പറയും. ഞാൻ ഒരു ENTന്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ അയാൾക്ക് അറിയുന്നതല്ലേ അയാൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ മിക്കവാറും നമ്മൾ അസ്ട്രോളജേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അയാൾ പറയാ നിങ്ങളുടെ കേതു ശരിയല്ല, നിങ്ങളുടെ രാഹു തലയിലാണ്. രാഹു തലയിലായതുകൊണ്ട് 2 തരത്തിൽ പറയാം. രാഹു ചിങ്ങൻ രാശിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ആളാവാം. ഇതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു അസ്ട്രോളജറുടെ കഴിവാണ്. നിങ്ങളുടെ കാലം മഹാമോശമാണ്, ശനി 8-ലാണ്, ഇപ്പൊ അനുഭവിക്കേണ്ട ശനി ദശയുമാണ്. ഒരു കുഴപ്പമില്ല, ഇപ്പോഴാണ് നിങ്ങൾ വീടെടുക്കേണ്ടത്. എന്തായാലും കഷ്ടപ്പെടണം. അപ്പൊ എന്ത് ചെയ്യാം, ഏത് വീടെടുക്കുന്ന ഒരാളായാലും അത് 10 സെന്റ് മേടിച്ചിട്ട് കവടിയാറിലെ സ്ഥലം മേടിച്ചിട്ട് അടുത്ത് 15 സെന്റ് ബന്ധുവിന്റെ അടുത്ത് മേടിച്ചിട്ട് കൊട്ടാരം പണിയുന്ന ആളായാലും അദ്ദേഹത്തിന് വീട് വെക്കുന്ന സമയത്ത് കഷ്ടപ്പെടണം. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, കഷ്ടപ്പെടുന്നു തീരുമാനിക്കുന്ന സമയത്ത് ആലോചിക്കുക, ഈ സമയത്താണ് ഞാൻ വീട് വെക്കേണ്ടത്. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ ഓഫ് അസ്ട്രോളജി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ 2-3 സ്ഥലത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. അമേരിക്കയിൽ പോയ സമയത്ത് അസ്ട്രോളജി എന്ന് പറഞ്ഞ ഡോക്ടർ TPS തടിച്ച ഒരു ക്ലാസ് കാണാം. അതൊരു ക്ലാസ്സിൽ ചാർട്ട് വരക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ എനിക്കൊന്ന് 2 മണിക്കൂർ കണ്ടിട്ടുണ്ടാവും. അത് സംക്ഷിപ്തമായിട്ട് കുറച്ച് ഭാഗം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പ്രഡിക്ഷൻസ് ആണ്. പ്രഡിക്ഷൻസ് ഹൈലി ലോജിക്കലാണ്. നമുക്ക് നല്ലപോലെ ജനറൽ നോളജ് ഉണ്ടാവണം. അല്ലാണ്ട് ഹൊറോസ്കോപ്പ് നോക്കി നിങ്ങൾക്ക് ബാങ്കിൽ ജോലി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ടെക്നിക്കലായിട്ട് പഠിക്കണം, നോൺ ടെക്നിക്കലായിട്ട് പഠിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പണ്ട് ബാങ്ക് ടെക്നിക്കൽ അല്ല, ഇന്ന് ബാങ്ക് ടെക്നിക്കലാണ്. അത് അറിയാനുള്ള അറിവില്ലാത്തവർക്ക് ഇവരെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോളാർ പൊസിഷൻസും ഗ്രഹങ്ങളുടെ പൊസിഷൻസും നോക്കിയിട്ട് നമ്മുടെ ചാർട്ട് വരക്കുന്നത് വരെ സയൻസ് ആണ്. അത് നമ്മുടെ ജനിക്കുന്ന ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അനുസരിച്ചിട്ട്, അതുകൊണ്ടാണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അറിയേണ്ടത്. സമയവും അനുസരിച്ചിട്ട് ഓരോ ഗ്രഹങ്ങളുടെയും പൊസിഷൻസ് ഞാൻ വരച്ചു വെക്കുമ്പോൾ എൻ്റെ ചാർട്ട് പെർഫെക്റ്റ് ആണ്. പക്ഷേ പ്രിഡിക്ഷൻസ് പലപ്പോഴും ഹൈലി ബയാസ്ഡ് ആണ്. അത് ഒരു കൊടുക്കൽ വാങ്ങൽ ധാരണയിൽ. ഇനി ഇതിൽ കവിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പറയുന്ന ഇൻറ്റ്യൂഷൻ. ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നല്ല സിദ്ധി കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ നമ്മളടുത്ത് ഒരാൾ ഹോറോസ്കോപ്പ് നോക്കാൻ വന്നിട്ട് ഇന്ന ആളുടെ അതാണ്, ഇല്ല ഇത് നോക്കിയിട്ട് കാര്യമില്ല പോയിക്കോളൂ എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് ഞാനൊക്കെ. അതെന്താ വെച്ചാൽ അയാൾ കഴിഞ്ഞു, നിങ്ങൾ മരിച്ചോ നോക്കാനല്ലേ വരുന്നത്, കഴിഞ്ഞു. എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പറയാത്? അതൊരു ഇൻറ്റ്യൂഷനാണ്. അത് എപ്പോഴും ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ പയ്യന്നൂർ കേശവനാചാര്യയുടെ അടുത്ത് പഠിച്ചിട്ടുള്ള ഒരു വാസ്തു പഠിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ കൃത്യമായിട്ട് പറയും. പയ്യന്നൂർ കേശവനാചാര്യക്ക് അതിന്റെ നല്ല കഴിവുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇവിടെ നമുക്കറിയാം
നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ബെസ്റ്റ് ആയിട്ടുള്ള സോഫ സെറ്റ് ഉണ്ടാവും, എല്ലാ കോസി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പക്ഷെ എന്തോ ഒരു സുഖമില്ലായിരുന്നു, ഉറപ്പാണ്. ഞാൻ മസ്കറ്റ് പോയ സമയത്ത് അവരുടെ മക്കളെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരാളുടെ പടം കണ്ട് പറഞ്ഞു ഇയാൾ പ്രോബ്ലത്തിലാണ്. അത് പറയാൻ പറ്റുന്ന ആ സമയത്ത് തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷനാണ്. എല്ലായിടത്തും നമുക്ക് എല്ലാവരെ കണ്ട് ഫോട്ടോ നോക്കി പറയാൻ പറ്റുവെച്ചാൽ പറ്റില്ല. അതൊരു ഇൻറ്റ്യൂഷനാണ്. ആ ഇൻറ്റ്യൂഷൻ വിറ്റ് കാശാക്കുന്നവരുണ്ടാവും ചിലപ്പോൾ. അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അത് ഉണ്ടാവരുത്. എപ്പോഴും നമുക്ക് ഇപ്പൊ ഒരു സിദ്ധി എന്ന് പറയുന്നത് അത് കമേഴ്ഷ്യൽ ആക്കുന്ന സമയത്ത് അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാവുമ്പോഴാണ് ഈ ശാസ്ത്രം ശാസ്ത്രമല്ലായിട്ട് മാറുന്നത്. കാരണം എല്ലായ്പ്പോഴും ഉണ്ടാവുന്നതല്ല. നമ്മൾ ഭഗവാന്മാരല്ല, നമ്മൾ ആ നിലയിൽ എത്തിയിട്ടുള്ള ആത്മീയ പുരുഷന്മാരും അല്ല. എവിടെയോ ഒരു തുണ്ടം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഈ തീയല്ല, തീയിൽ ഉണ്ടാവുന്ന ഒരു സ്ഫുലിംഗമാണ്. ആ സ്ഫുലിംഗമാവാൻ സാധിക്കുന്നതിന് വലിയ ഭാഗ്യമാണ്. അതാണെന്ന് ധരിച്ചിട്ട് ഞാനാണ് തീ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ തെറ്റിപ്പോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അസ്ട്രോളജി, ഒരു ഡോക്ടർ ഒരാളെ ചികിത്സിക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് വിവരം പറയാന്ന് പറയും. എന്നുവെച്ചാൽ ഡോക്ടർക്ക് തന്നെ അയാളുടെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇനി നിങ്ങൾ വരണ്ട, ഇതോടുകൂടി ഞങ്ങളുടെ അസുഖം മാറുന്ന ആരെങ്കിലും പറയാറുണ്ടോ? പറയാറില്ല. അപ്പൊ നമ്മൾ പറയും ഡോക്ടർ മോശാന്ന് പറയും. മരുന്ന് ഫലിച്ചില്ലെങ്കിൽ ഡോക്ടർ മോശാന്ന് പറയും. അസ്ട്രോളജിയുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അസ്ട്രോളജി ഫലിച്ചില്ലെങ്കിൽ അസ്ട്രോളജർ മോശാന്ന് പറയാറില്ല, അസ്ട്രോളജി മോശാന്നാ പറയാ. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, കമേഴ്ഷ്യലി പ്രാക്ടീസ് ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ ഇതൊക്കെ പറയാം. കാരണം ഞാൻ ഇത് വെച്ചിട്ട് 5 പൈസ പോലും ഇതുവരെ ഉണ്ടാക്കാത്തൊരു വ്യക്തിയാണ്. എന്ന് വെച്ച് ആയിരക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും അല്ലെ ടി.പി. സാർ, ഈ നമ്മള് വീട് പണിയൊക്കെ നടക്കുമ്പം ഈ ആശാരിമാർക്കും ഈ തച്ചന്മാർക്കും ഒക്കെ ഇതുപോലെയുള്ള അറിവുകൾ അവരുടെ ഇൻഡ്യൂഷനായിട്ടും അവരുടെ പ്രാക്ടീസിലൂടെയും അവർ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കെല്ലാം ഇതുപോലെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ. നമ്മുടെ തച്ചൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗണേശന്റെ കാര്യം പറഞ്ഞ സമയത്ത് കൊട്ടാരക്കരയില് എനിക്കൊന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ശിവക്ഷേത്രത്തിന്റെ പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് വിഗ്രഹം കൊത്തുന്നത് ഗണേശന്റെ. അപ്പൊ ആ ക്ഷേത്രത്തിൽ അത് സ്ഥാപിക്കാൻ പറഞ്ഞപ്പോ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കാർ പറഞ്ഞത് പറ്റില്ല, ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ, ഇത് പറ്റില്ല. അങ്ങനെ ഒഴിവാക്കിയപ്പോഴാണ് അടുത്ത ഭാഗത്ത് വേറൊരു ശിവപ്രതിഷ്ഠ നടത്തുന്ന ക്ഷേത്രത്തിൽ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു കഥ, ഇദ്ദേഹം ഗണേശനെ സ്ഥാപിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് അച്ഛനെക്കാളും മകൻ പ്രസിദ്ധനാവുമെന്ന്. അതും ശിവക്ഷേത്രത്തിലെ ഒരു സബ് ഡയറ്റി ആയിട്ടുള്ള ഗണേശൻ ശിവനെക്കാളും പ്രസിദ്ധനായിട്ട് മാറി എന്നുള്ളത് ഒരു വലിയൊരു ഒരു സംഭവമാണ്. അതന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിവുള്ള എത്രയോ തച്ചന്മാരുണ്ട്. ഇതെനിക്ക് അറിയാത്ത ഒരു കഥയാണ് കേട്ടോ, വള്ളിയൂർ ക്ഷേത്രത്തിന്റെ കൊട്ടാരക്കര ഗണപതിയുടെ ഗണപതി. തീർച്ചയായിട്ടും അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ആചാരങ്ങളെ പോലും മാറ്റിമറിച്ചുകൊണ്ട് മഹാനുഭാവനായിട്ടുള്ള നമ്മുടെ ബ്രഹ്മശ്രീ വള്ളിയൂർ തിരുമേനി അവിടെ ഇരുന്ന് ഭാഗവതം വായിച്ചിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ദേവതയുടെ മന്ത്രമല്ലാതെ പറയാൻ പാടില്ല എന്നുള്ള ശാസ്ത്രം തെറ്റിച്ചുകൊണ്ട് ആ ഭക്തിയുടെ പുറത്ത് അവിടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കയ്യിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാവമുണ്ടായി എന്നുള്ള കഥ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് തച്ചനാണ് പറഞ്ഞതെന്നുള്ളത് അങ്ങ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. വലിയൊരു അറിവാണ്. പ്രസിദ്ധിയുള്ള തിരുമേനിമാരും എത്രയ്ക്കോ പേരുണ്ടായിരുന്നു. കാളകാട്ട് നമ്മുടെ തന്ത്രിമാരുടെയൊക്കെ കഥ കേട്ട് കഴിഞ്ഞാൽ വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരായിരുന്നു. ഞാനൊക്കെ തന്ത്രിമാരുടെയൊക്കെ കൂടെ ഇരുന്ന്, ആളുടെ പേര് പറയുന്നത്, തന്ത്രിമാരുടെയൊക്കെ കൂടെ ഇരുന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ചിലപ്പോൾ ഷർട്ടൊക്കെ ഇട്ടിട്ടാ വരിക അവര്. കാരണം വലിയ ഓഡിയൻസ്. എനിക്ക് തോന്നുന്നു IASHN ഓർഗനൈസ് ചെയ്തിട്ടുള്ള കോട്ടക്കലുള്ള പ്രഭാഷണത്തില് തിരുമേനി ഉണ്ടായിരുന്നു. ആ തിരുമേനി ഷർട്ടൊക്കെ ഇട്ടിട്ടാ വന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ശീലമില്ലടോ എനിക്ക് എന്നുകൊണ്ട് അങ്ങോട്ട് അഴിച്ചു മാറ്റി. എന്റെ ഭഗവാന്, അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത് എന്തോ ഒരു സബ്ജക്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പ്രഭാഷണത്തിന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, താൻ ഇന്ന് ബ്രഹ്മത്തെ കുറിച്ചാണ് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയോ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോട്ടൊക്കെ ആക്കി പേപ്പറൊക്കെ ആയിട്ടാ പ്രഭാഷണത്തിന് വന്നു. അപ്പൊ ഞാൻ തിരുമേനി എനിക്കിത് അറിയില്ല കേട്ടോ, താൻ പറയോടോ, ഞാൻ തൊട്ടിരുന്നോളാന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ പ്രഭാഷണം നിർഭാഗ്യവശാൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. 1200ഓളം പേരിരിക്കുന്ന സ്ഥലത്ത് 2 മണിക്കൂർ ഞാൻ എന്താ സംസാരിച്ചതെന്ന് ഇപ്പൊ ലക്ഷ്മി എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അത് വലിയൊരു അനുഭവമാണ് എനിക്ക്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവാണോ എന്നറിയില്ല. അവര്
പിന്നെ റെയിൽവേ ഉണ്ടാക്കുന്ന സമയത്ത് റെയില് അദ്ദേഹത്തിന്റെ കുളിപ്പുരയുടെയും വീട്ടിന്റെയും ഇടയിലൂടെയാണ് പോകേണ്ടത്. ഞാൻ ആളുടെ പേര് പറയണ്ട, നിങ്ങൾ തപ്പി കണ്ടുപിടിച്ചോ. ഒരു അസൈൻമെന്റ് ആയിട്ടിരുന്നോട്ടെ. ആ യാത്രയിലൂടെ പോകുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ആൾക്കാര്, അവിടുത്തെ ലോക്കൽ പണിക്കാർ പറഞ്ഞു, ഇത് നമുക്ക് പറ്റില്ല, കാരണം ഇവിടെ ഇത് റെയില് വളഞ്ഞു പോവേ പറ്റുള്ളൂ, കാരണം തിരുമേനിയുടെ വീട്ടിനകത്തൂടെ നമുക്ക് കയറാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരനായിട്ടുള്ള അവിടുത്തെ സൂപ്പർവൈസർ പോയിട്ട് പെർമിഷൻ ചോദിക്കുകയാണ്. പെർമിഷൻ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വന്നപ്പോ സാധാരണഗതിയിൽ ചോദിക്കല്ലോ എന്തേ വന്നതെന്ന്. അല്ല, ഒന്നുമില്ല, അങ്ങനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അത്ര റെയിലും ഓടിച്ചു കൊണ്ടുപോകാൻ നല്ലത്, കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കേണ്ട ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ചും അങ്ങനെ ഒരു കഥയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മേൽശാന്തിയും കീശാന്തിയും ബാക്കിയുള്ളവർക്കൊക്കെ ഭക്ഷണമൊക്കെ കിട്ടണമെങ്കിൽ പൂജ കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കിട്ടാൻ. അപ്പൊ ഇദ്ദേഹം രാവിലെ അങ്ങോട്ട് കയറി കഴിഞ്ഞാല് പൂജ തീരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആവും. അതുവരെ വിശന്നിരിക്കുക ബാക്കിയുള്ളവരൊക്കെ, ഈ കൊട്ടുപാട്ട് സേവക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരൊക്കെ കൂടി കംപ്ലൈന്റ് പറഞ്ഞു, ഇദ്ദേഹം വല്ലാണ്ട് പൂജ ചെയ്യുന്നു, അത് നിർത്തണം, അതാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം നേരത്തെ കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തിരുമേനി ഈ അവരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത്തരം കഥകളാണ് നമുക്ക് പറഞ്ഞു കിട്ടുക. എന്ത് രസകരമായ കഥകളാണ്. അപ്പൊ അത് കാണാൻ വന്ന ആള് വന്ന് 10 മണിവരെയൊക്കെ കാത്തിരിക്കുക. അകത്ത് സേവയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു കംപ്ലൈന്റ് പറയാൻ പോയ ആളോട് പറഞ്ഞു, തിരുമേനി പറഞ്ഞു, രാവിലെ 3 മണിക്ക് 4 മണിക്കൊക്കെ കയറിയതല്ലേ, ഇപ്പൊ തന്നെ 10 മണി, 8 മണിക്കൂറായി, ഞാൻ ഒരു ലേശം പോലും വെള്ളം പോലും കുടിച്ചിട്ടില്ല, അത് കുടിച്ചിട്ടിരുന്നാ മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ ട്രസ്റ്റി മെമ്പർമാർക്ക്, ഈ സൂപ്പർവൈസർ, അഡ്മിനിസ്ട്രേറ്റർക്ക് മനസ്സിലായത് തിരുമേനിക്കും ഇതേ വിശപ്പുണ്ടായിട്ടല്ലേ അദ്ദേഹം അകത്തിരുന്നിട്ടൊക്കെ ചെയ്യണത്. അപ്പൊ അദ്ദേഹത്തോട് എങ്ങനെ ബാക്കിയുള്ളവരുടെ കംപ്ലൈന്റ് പറയാ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ വലിയ വ്യത്യസ്തമായിട്ടുള്ള, ബ്രഹ്മശ്രീ KPCയുടെ ബ്രദർ ജ്ഞാനഗീത എന്ന ഒരു മാഗസിൻ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരാള് കാഞ്ഞങ്ങാടിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഒരു പ്രാവശ്യം എന്നെ പരിചയപ്പെടുന്നതും പയ്യന്നൂർ കേശവനാചാര്യെ ഞാൻ പരിചയപ്പെടുന്നതൊക്കെ. അദ്ദേഹത്തിനെ കാണാൻ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രഹ്മശ്രീ KPCയുടെ ബ്രദർ തിരുമേനി വന്ന് അടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രീകാന്ത് എന്നോട് പറഞ്ഞു, ഈ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ട് മൂകാംബികയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്, പക്ഷെ അതിനൊരു കവർ പേജിൽ ഞാൻ ഒരു ദേവിയുടെ പടം എവിടെയോ കണ്ടിട്ടുണ്ട്, അത് കിട്ടിയാലേ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അതാണ് എനിക്ക് മുഖചിത്രമായിട്ട് കൊടുക്കേണ്ടത്. അതെപ്പോഴോ കണ്ടു പറന്നു പോയതാണ്. ഇന്നത്തെ പോലെ ഗൂഗിൾ ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ്. ഇത് എവിടെയാ കിട്ടുന്നത് ഇപ്പൊ എനിക്കറിയില്ല. ഞാൻ തിരുമേനിയുടെ പോക്കറ്റിൽ പേഴ്സിനകത്ത് ഇരിപ്പുണ്ട്, അതെടുത്തോളം. എനിക്ക് തോന്നുന്നു ഞാനും ശ്രീകാന്തും തിരുമേനിയൊക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞാനെങ്ങനെ തിരുമേനിയുടെ പേഴ്സിനകത്ത് പോക്കറ്റിലിരിക്കുന്ന ചില ആൾക്കാരുടെയൊക്കെ പോക്കറ്റിനകത്തൊക്കെ വെക്കണം. ഇതാണ് നമ്മൾ പറയുന്ന ക്ലാരിവിയോൺസ് എന്ന് പറയുന്നത്. ഞാൻ സീഡ്ലിംഗ് എന്ന പുസ്തകം നെറ്റിൽ അവൈലബിൾ ആണ്. അത് എഴുതി 13ാമത്തെ ചാപ്റ്റർ എങ്ങാണ്ട് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രഹ്മശ്രീയെ കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താൻ എഴുതുന്ന ബുക്കിൽ ലാസ്റ്റ് ഈ ചാപ്റ്റർ ആണല്ലേ, അതീന്ദ്രിയജ്ഞാനത്തെ കുറിച്ചുള്ളതൊക്കെയാണ് എഴുതുന്നത് അല്ലേ. എങ്ങനെ തിരുമേനിക്കുന്നത് മനസ്സിലായത്? ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, അന്നമയകോശം, പ്രാണമയകോശം, മനോന്മയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഈ കോശങ്ങൾ തമ്മിൽ വളരെ ബന്ധമുണ്ട്. നമ്മൾ പറയുമ്പോ, ഇപ്പം ശ്രീകാന്ത് ഇത് പറയുന്ന സമയത്ത് ഈ തിരുമേനിയുടെ പോക്കറ്റിൽ അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് അയാൾക്കറിയാം. അത് ചിന്തയിൽ വന്നിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്നിട്ടുണ്ടാവും. അതേ ചിന്തയിൽ നമ്മുടെ ചിന്തയിലും വന്നു. ഈ 3 ചിന്തകളും ഒന്നായിട്ട് യൂണിയൻ ആകുമ്പോഴാണ് അറിയാതെ പറഞ്ഞു പോകുന്നത്. അത് നമ്മൾ ആ ഒരു ലയത്തിലിരിക്കുമ്പോഴാണ്. ആ ലയത്തിലിരിക്കുമ്പോഴേ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് വലിയൊരു സങ്കല്പമൊന്നുമല്ല. അത് പലർക്കും ഉണ്ടാവും, ഇത്തരം ഇൻറ്റ്യൂഷൻസ് പലർക്കും ഉണ്ടാവും, പലരും അത് പറയില്ല. എല്ലാ സാധാരണ മനുഷ്യന്മാർക്കും ചിലപ്പോൾ ഇത്തരം ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവും. അത് ചിലയിടത്തൊക്കെ നല്ലോണം പ്രബലിക്കും, ചിലയിടത്തൊക്കെ അത് ഉണ്ടാവില്ല എന്ന് മാത്രം. അങ്ങനെയുള്ള കഥകളും സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വളരെ സത്യസന്ധമായിട്ടുള്ള, വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിവരണമാണ് അങ്ങ് തന്നത്. ക്ലെയർവോയൻസ് മനഃശാസ്ത്രത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു ബിയോണ്ട് അവർ സെൻസറി കൺട്രോൾ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സെൻസറി കൺട്രോളിന് അതീതമായിട്ടുള്ള ചില തോന്നലുകൾ പലർക്കും സംഭവിക്കാറുണ്ട്. അതൊരു ശാസ്ത്രം തന്നെയാണ്, മനഃശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന ശാസ്ത്രം തന്നെയാണ് ക്ലെയർവോയൻസ്. പക്ഷെ അത് എപ്പോഴൊക്കെയാണ്, ആർക്കൊക്കെ എങ്ങനെയൊക്കെ വരുമെന്ന്
സാധിക്കില്ല. പക്ഷെ പലർക്കും, സാധാരണ വ്യക്തികൾക്കെല്ലാം അത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അങ്ങേ പോലെയുള്ള ആത്മീയ ആചാര്യന്മാർക്ക് അത് വളരെയധികം കൂടുതലായിരിക്കും. കാരണം അങ്ങ് കൂടുതലും ആ ലയത്തിലിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട്. പ്രിമോണിഷൻ ഡ്രീംസിനെ കുറിച്ചും പറയുന്നുണ്ട്. വരാൻ പോകുന്ന അല്ല കാര്യങ്ങളെ. ലക്ഷ്മി, എന്റെ അച്ഛൻ മരിച്ചത് 1970 ഒക്ടോബർ 2-ാം തീയതിയാണ്. ആ മരിക്കാൻ കാരണക്കാരൻ ചിലപ്പോൾ ഞാൻ തന്നെയാണെന്ന് പറയാറുണ്ട്. അതിന് കാരണം, അതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണാണ്, അതിന്റെ തലേ ദിവസം സ്വപ്നം കാണാണ് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അച്ഛൻ എന്നിൽ നിന്നും, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ കൃഷിഭൂമി. അവിടെയാണ് അച്ഛൻ താമസിക്കുന്നത്. ഞാനും അമ്മയും ഒക്കെ അവിടെയാണ്. ഞാൻ ചെറിയ കുട്ടിയാണ്, 4 വയസ്സേ ഉള്ളൂ. അപ്പൊ രാത്രി ഉണർന്ന് കരയാണ് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അന്നൊന്നും ടെലിഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാളെ അയക്കണം. അയാൾ പോയി നോക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അനിഷ്ടം സംഭവിച്ചിട്ടുണ്ടോ. അത് പറഞ്ഞപ്പോ അച്ഛൻ പറയാണ്, ഏതായാലും ഇങ്ങനെ സ്വപ്നം കണ്ടതല്ലേ മോൻ, അപ്പൊ ഒക്ടോബർ 2 ഹോളിഡേ ആണ്, അന്നെന്തോ ഒരു വെള്ളിയാഴ്ച കണ്ടാണ്. ഒക്ടോബർ 2, 3, 4 3 ദിവസം ഹോളിഡേ കിട്ടും. അപ്പൊ അവനെയും കൊണ്ട് നമ്മൾ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് എന്നെയും ചേച്ചിയെയും കൂട്ടിയിട്ട് അച്ഛൻ പോകുന്ന വഴിയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള അനുഭവത്തിൽ വന്നിട്ടുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. അത് അമ്മ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും അന്ന് മുതല് പലപ്പോഴും പലരുടെയും മുമ്പിൽ പോയിട്ട് പലതും പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന സംഭവം എന്നല്ല അത്. നമ്മളൊരു സ്വപ്നം കാണുന്നു, അത് നടക്കുന്നു എന്ന് വെച്ചിട്ട് അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അച്ഛൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വന്തം അനുഭവത്തില് ഗുണമായിട്ടല്ല ദോഷമായിട്ട് ഭവിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെ? അപ്പൊ ആ അനുഭവം ഉള്ള ഒരാൾക്ക് നീ ഇതിൽ വിശ്വസിക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ എളുപ്പമാണ്. ആരെയും വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 6th സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് 6th സെൻസ് ആയിട്ട് തോന്നും, അത് വിശ്വസിക്കാത്ത ഒരാൾക്ക് നോൺസെൻസ് ആയിട്ട് തോന്നും. രണ്ടും നോൺസെൻസ് തന്നെയാണ്. അത് നോൺസെൻസ് അല്ലല്ലോ. ക്ലാർവോയൻസ് എന്ന് പറയുന്നതും പ്രിമോണിഷൻ ഡ്രീംസ് എന്ന് പറയുന്നതും മനഃശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ചില പ്രത്യേക മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. എല്ലാവർക്കും അത് കിട്ടാറില്ല. പലപ്പോഴും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അങ്ങേ പോലെയുള്ളവർക്ക് സ്വപ്നത്തിൽ ദർശനം ഉണ്ടാകാറുണ്ട്. നമുക്കൊക്കെ ചില അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാകാറുണ്ട്, പക്ഷെ എപ്പോഴും ഇല്ല. അങ്ങേ പോലെയുള്ളവർക്ക് അത് കൂടുതൽ ഉണ്ടാകും എന്നുള്ള സത്യം. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കേൾക്കേണ്ടി വന്നത് എന്നുള്ളൊരു ദുഃഖം ഉണ്ട്. ഈ ഒരു വേദനയിൽ നിന്നായിരിക്കണം അങ്ങയുടെ ആത്മീയ ഉയർച്ചയുടെ തുടക്കം എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം ഒരു വലിയൊരു പാരമ്പര്യം പറയാനോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. അത് ആഗ്രഹങ്ങളുടെ പുറത്ത്, ചിന്തകളുടെ പുറത്ത് ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അസ്ട്രോളജി പഠിച്ച ഒരാളാണ്. അസ്ട്രോളജി എനിക്ക് ഫലിക്കില്ല, എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റിഡക്ഷൻ ഒബ്സേർവ്ഡ് മെത്തേഡ്. എന്നാണോ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞ് നടന്ന അച്ഛനും അമ്മയും പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ, ചെറുപ്പത്തിൽ അറിയാതെ പഠിച്ചു പോയിട്ടുള്ള കുറെ നാമങ്ങൾ, അത് പഠിപ്പിച്ചിട്ടുള്ള ചില ചിന്തകൾ, ആ വാസനകൾ, അത് ഞാനിപ്പോ മാതൃമേഹ ഭക്തിമേഷ ഇതൊന്നും അർത്ഥം അറിഞ്ഞിട്ടല്ല ചെറുപ്പത്തിൽ പഠിച്ചത്. വിശക്കുമ്പോ ഭക്ഷണം കിട്ടണമെങ്കിൽ ചൊല്ലിക്കൂട്ടിയാലേ ഭക്ഷണം കിട്ടുള്ളൂ എന്നാണ്. വൈകുന്നേരം ചൊല്ലിയാലേ ഭക്ഷണം തരുള്ളൂ. അപ്പൊ നമ്മളെല്ലാം ഇരുന്ന് ചൊല്ലും. എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു ബ്രദേഴ്സിനും ഇതിന്റെ അർത്ഥം ഒന്നും അറിയും. അമ്മക്കും ചിലപ്പോൾ പറഞ്ഞു സംശയമാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇത് ദേവി മഹാത്മ്യത്തിലാണെന്ന് ഞാൻ അറിയുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അപ്പൊ ആലോചിച്ചു പോയിട്ടുണ്ട്, ചെറുപ്പത്തിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നന്നാവും. അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ പ്രത്യേകിച്ച് നോർത്ത് മലബാർ എന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ്. ഈ തൃശ്ശൂരിനപ്പുറത്തൊക്കെയാണ് കുറച്ചും കൂടി ഒരു മാറ്റം ഉണ്ടാവുക. കോഴിക്കോട്, കണ്ണൂര്, വയനാട്, കാസർഗോഡ് എന്നൊക്കെ പറയുന്നത് മലബാറിന്റെ പ്രത്യേകത. മലബാർ പ്രസിഡൻസിയിൽ ഉണ്ടായിരുന്ന കുറെ മാറ്റങ്ങൾ. അതേസമയത്ത് തിരുവിതാംകൂർ ഭാഗത്ത് ഉണ്ടാവുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു ഔന്നത്യം, അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അതിന്റെയൊക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവും. എന്തായാലും പാദ നമസ്കാരത്തോടു കൂടി അങ്ങേക്ക് നന്ദി പറയുകയാണ്. കാരണം ഇത്രയധികം ജ്ഞാനം, അനുഭവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജ്ഞാനം, അനുഭൂയതേ തത് പ്രമാണം എന്ന് പറയും. നമുക്ക് അനുഭവപ്പെടുന്നത് മാത്രമാണ് നമുക്ക് പ്രമാണമായിട്ടുള്ള. സീയിങ് ഇസ് ബിലീവിങ് എന്ന് പറയുന്നതോടെ നമ്മുടെ അനുഭവം നമുക്കത് പ്രമാണമായിട്ട് മാറിയിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഉള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന സാക്ഷാൽ TP ശശികുമാർ സാർ എന്ന ശാസ്ത്രജ്ഞനും ആത്മീയ ആചാര്യനും എല്ലാമായിട്ടുള്ള വ്യക്തി. നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി നമ്മുടെ ഋഷിവര്യന്മാര് നമ്മളിലും അതുപോലെ ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്ന
അറിവുകളെ ശാസ്ത്രീയമായിട്ട് ക്രോഡീകരിച്ചിരിക്കുന്നതാണ് നമ്മുടെ തന്ത്രശാസ്ത്രങ്ങൾ അടക്കമുള്ള എല്ലാ ശാസ്ത്രങ്ങളും. അത് ആ ശാസ്ത്രീയ ബോധമുള്ള അഥവാ സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ശാസ്ത്രീയ ബോധത്തെക്കാളും കൂടുതൽ വേണ്ടത് ആ സുദർശന ദർശനമാണ്. ആ നല്ല ദർശനവും ആ സാന്ദ്രാവൻ ബോധം ഉണ്ടല്ലോ, ആ ബോധം പൂർണ്ണമായിട്ടും ആനന്ദബോധം ഉണ്ടായി മാറണമെങ്കിൽ അതിന് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു.